നമസ്കാരം. കുംഭമേളയിലൂടെ ശ്രദ്ധേയയായ മൊണാലിസ ഭോസ്ലെയുടെ നടൻ ഫർമാൻ ഖാനും തമ്മിലുള്ള വിവാഹം ദേശീയ തലത്തിൽ വലിയ രീതിയിൽ രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് നീങ്ങുകയാണ്. ഈ വിവാഹത്തിൽ കേരളത്തിലെ മന്ത്രിമാർ ഉൾപ്പെടെ പങ്കെടുത്തത് വലിയ രീതിയിൽ ശ്രദ്ധ നേടിയതായിരുന്നു. തിരുവനന്തപുരം ആരൂർ ക്ഷേത്രത്തിൽ വെച്ച് നടന്ന വിവാഹം പ്രണയ വിവാഹമാണെന്ന് ദമ്പതികൾ ആവർത്തിക്കുമ്പോഴും ഇത് വ്യക്തമായ ലവ് ജിഹാദാണെന്നും പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയതാണെന്നും ആരോപിച്ച് മൊണാലിസയുടെ പിതാവ് രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ. മകളെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കുവാൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് അടിയന്തരമായി ഇടപെടണമെന്ന് പിതാവ് ജയ്സിംഗ് ഭോസ്ലെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സിനിമാ മേഖലയിൽ മികച്ച ഭാവി ഉണ്ടായിരുന്ന മകളെ കബളിപ്പിച്ച് കെണിയിൽപ്പെടുത്തിയതാണെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. അതേസമയം ഹിന്ദു ജഗ്രൻ മഞ്ച് പ്രതിനിധികൾ മൊണാലിസയെ തിരിച്ചെത്തിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട്. വിവാഹത്തിന് പിന്നാലെ ഉയർന്ന ഏറ്റവും വലിയ തർക്കം മൊണാലിസയുടെ പ്രായത്തെ ചൊല്ലി ഉള്ളതായിരുന്നു. മൊണാലിസയ്ക്ക് 18 വയസ്സ് പൂർത്തിയായിട്ടില്ലെന്നും 2025 ജനുവരിയിൽ അവൾ തന്റെ 16ാമത്തെ ജന്മദിനം ആഘോഷിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണെന്നും വിശ്വ ഹിന്ദു പരിഷത്ത് ആരോപിക്കുന്നുണ്ട്. ഇക്കാര്യം ശരിയാണെന്ന് മൊണാലിസയുടെ അമ്മയും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. പെൺകുട്ടിക്ക് പ്രായപൂർത്തിയാകാത്തതിനാൽ ഈ വിവാഹം ശൈശവ വിവാഹ നിരോധന നിയമത്തിനും പോസ്കോ നിയമത്തിന്റെയും പരിധിയിൽ വരുമെന്നും ഇതിന് ഒത്താശ ചെയ്ത ക്ഷേത്ര ഭാരവാഹിയും വിവാഹത്തിന് സൗകര്യം ഒരുക്കിയവരും കേസെടുക്കണമെന്നും ആവശ്യപ്പെട്ട് VHP സംസ്ഥാന DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം തങ്ങൾക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ചൂണ്ടിക്കാട്ടി മൊണാലിസയും ഫർമാൻ ഖാനും തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. തനിക്ക് 18 വയസ്സ് പൂർത്തിയായെന്നും സ്വന്തം ഇഷ്ടപ്രകാരമാണ് വിവാഹം കഴിച്ചതെന്നും മൊണാലിസ വ്യക്തമാക്കിയിട്ടുണ്ട്. 2008 ജനുവരി 1 ജനിച്ചുവെന്ന് കാണിക്കുന്ന മധ്യപ്രദേശ് സർക്കാരിന്റെ ജനന സർട്ടിഫിക്കറ്റും ആധാർ കാർഡും ഇവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഹാജരാക്കി. പ്രായപൂർത്തിയായതുകൊണ്ട് മാത്രമാണ് തങ്ങൾക്ക് കേസ്മാർട്ട് വഴി വിവാഹ സർട്ടിഫിക്കറ്റ് ലഭിച്ചതെന്നും ഇവർ അവകാശപ്പെടുന്നു. ഹിന്ദു ആചാരപ്രകാരമാണ് വിവാഹം നടന്നതെന്നും താൻ മതം മാറിയിട്ടില്ലെന്നും മൊണാലിസ ആവർത്തിച്ചു. വിവാഹത്തിന് പിന്നിൽ വ്യാജരേഖകൾ ചമച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് പല സംഘടനകളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. മധ്യപ്രദേശിൽ നിന്നുള്ള പെൺകുട്ടിയെ കേരളത്തിലെത്തിച്ച് വിവാഹം കഴിപ്പിച്ചതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് ഇവരുടെ പക്ഷം. എന്നാൽ പ്രായത്തെ സംബന്ധിച്ച വിവാദങ്ങൾ തങ്ങൾ രേഖകൾ ഹാജരാക്കിയതോടെ അവസാനിച്ചു എന്നാണ് ദമ്പതികൾ കരുതുന്നത്. ഈ കേസിൽ ഇനി നിർണായകമാകാൻ പോകുന്നത് പോലീസ് നടത്തുന്ന രേഖകളുടെ പരിശോധനയാണ്. സ്കൂൾ രേഖകളിലെ പ്രായവും ദമ്പതികൾ ഹാജരാക്കിയ സർട്ടിഫിക്കറ്റിലെ പ്രായവും തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ അത് വലിയ നിയമക്കുരുക്കിലേക്ക് നയിക്കും. വ്യാജരേഖകൾ ചമച്ചാണ് വിവാഹ രജിസ്ട്രേഷൻ നടത്തിയതെന്ന് തെളിഞ്ഞാൽ അത് ഗുരുതരമായ ക്രിമിനൽ കുറ്റമായി മാറും. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുടുംബത്തിന്റെ ഇടപെടലും കേരളത്തിലെ നിയമ നടപടികളും ഒത്തുചേരുമ്പോൾ ഈ വിവാദം വരും ദിവസങ്ങളിൽ കൂടുതൽ നിയമ പോരാട്ടങ്ങളിലേക്ക് വേദിയാകുമെന്ന് ഉറപ്പാണ്. മുഖ്യമന്ത്രിയുടെയും പോലീസിന്റെയും ഇടപെടൽ കൂടി വരുന്നതോടെ ഈ കേസ് കൂടുതൽ സങ്കീർണമായ നിയമ പോരാട്ടങ്ങളിലേക്കാണ് നീങ്ങാൻ സാധ്യത. ന്യൂസ് ഡെസ്ക് തത്തുമൈ TV.